അമ്മ അതെ, നാളത്തെ ഫംഗ്ഷൻ അച്ഛനെ കൊണ്ടുപോകണ്ടാ. ഉള്ള കാര്യം പറഞ്ഞില്ല. അച്ഛന്റെ കണ്ണ് കാണാത്ത അച്ഛന്റെ കയ്യും പിടിച്ചിട്ട് ആ ഫംഗ്ഷന്റെ ഇടയിൽ കൂടെ നടക്കൽ എനിക്ക് തൽക്കാലം ബുദ്ധിമുട്ടാണ്, പറ്റൂല. അച്ഛനോട് വരണ്ട. അച്ഛന് ഇപ്പൊ എന്നോട് ചോദിക്കാണ് ഏത് ഡ്രസ് ഇടണ്ട, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് നിങ്ങൾ നിൽക്കാണ്. ഈ കണ്ണ് കാണാത്ത ഞാൻ പറഞ്ഞല്ലോ അമ്മ, എന്താന്ന് വെച്ചാ പറഞ്ഞു അച്ഛനോട്. ഈ കണ്ണ് കാണാത്ത അച്ഛന്റെ കൈയും പിടിച്ചിട്ട് ഇങ്ങനെ ആൾക്കാരുടെ മുമ്പിലൂടെ ഈ എല്ലാവരുടെ മുമ്പിൽ ഞാൻ പറഞ്ഞു അച്ഛൻ എന്താ കണ്ണിന് പറ്റി, അച്ഛൻ എന്താ കണ്ണിന് പറ്റി, ഇതിന് മറുപടി പറഞ്ഞു അമ്മ പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? ആ നിങ്ങൾ നോക്കിക്കോ. പിന്നെ അച്ഛനോട് പറഞ്ഞേക്ക് പരിപാടിക്ക് വരണത്. എന്റെ പിന്നാലെ കൂടെ നടന്ന് ഏത് താക്കാം എന്ത് താക്കാം, ഞാൻ ഏത് ഡ്രസ് ഇടണം, ഞാൻ എന്താ ചെയ്യണ്ടേ? നീ എന്താണ് ഇത്ര ദുഷ്ടനായിട്ട് കണ്ടിട്ടുള്ളത്? അമ്മ ആ കല്യാണത്തിന്റെ ഇടയിൽ നിന്നിട്ട് എന്താ പറയാ, ഈ കയ്യും പിടിച്ച് നടക്കുന്ന സമയത്ത് നാട്ടുകാർ ചോദിക്കൂലേ എന്താ അച്ഛന്റെ കണ്ണിനെ പറ്റി. ഇതിനുള്ള മറുപടി പറഞ്ഞു മനുഷ്യൻ നാളെ കിട്ടുന്നു. അച്ഛൻ കണ്ണു പിടിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്തിട്ടോ എന്റെ കണ്ണു പോയത്. അതിന് ഷുഗർ അടിച്ച് കേട്ടാ പോയത്. ആ ഷുഗർ ചുമ്മാ എന്താണോ? അവിടെ ഗൾഫ് പോയിട്ട് നിന്നിട്ട് എന്താ പറയാ, അവിടുന്ന് വേണ്ട കൊക്കക്കോള പെപ്സി ഇതല്ലാതെ അച്ഛൻ കഴിക്കില്ല. നിനക്ക് എന്താ കുഞ്ഞൻ? അമ്മ പറഞ്ഞേ കേട്ടോ, എനിക്ക് ഇത്ര പറയാനുള്ളൂ. അച്ഛൻ നാളത്തെ പരിപാടിക്ക് വരാൻ പാടില്ല. കാരണം എന്റെ കുറെ ക്ലോസ് ഫ്രണ്ട്സ് വരും. അവരുടെ മുമ്പിൽ എനിക്ക് നാണക്കേടാണ് ഇങ്ങനെ കണ്ണ് കാണാത്ത അച്ഛനെയും കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞേ. എനിക്ക് പറ്റൂല. എന്താണ് നീ പറഞ്ഞത്? പറ്റൂലെന്ന്. അല്ല, അതിനു മുമ്പ് നീ എന്താ പറഞ്ഞത്? നോക്ക് അച്ഛാ, നോക്കിയേ എന്താ നിങ്ങൾക്ക് എന്താ കണ്ണ് കാണുന്നത്, എന്താ ചെവി കേൾക്കൂല. ഇപ്പൊ അങ്ങനെയായോ? അതെന്താ വായ കൂട്ടടാ, ശബ്ദം കുറക്കടാ. ഇവിടെ നിന്റെ സൗണ്ട് കേക്കണ്ട. നിന്റെ തണ്ടതുപോലെ സൗണ്ട് കിട്ടില്ല. നീ സൗണ്ട് കുറച്ച് സംസാരിക്കണം. നീ ഞങ്ങളുടെ ആരെ മുതലാണ് വൈകി കൂടി സംസാരിക്കുന്നത്? എന്താ നിങ്ങൾ ശരിയാണല്ല അമ്മ നിങ്ങൾ ചേക്കണാകുമ്പോ നിങ്ങൾക്ക് ഒന്നും പറയല്ലേ? നീ നിന്ന് ചേർക്കുന്നതിനൊന്നും പറഞ്ഞില്ലല്ലോ. എനിക്ക് അച്ഛൻ എന്താ പറയാ, അച്ഛന് ഈ കണ്ണ് കാണാൻ പറ്റൂലെന്നുണ്ടെങ്കിൽ വല്ല വൃദ്ധസദനത്തിൽ എവിടെ എവിടെയെങ്കിലും കൊണ്ടുപോയാൽ എനിക്ക് പറ്റൂല. ഞാനെങ്ങനെ മോണിനാലും വിചാരിക്കും ഞാൻ വൃദ്ധസഹിതാക്കാത്രേ. നാണോ മോയഞ്ചോ മനുഷ്യൻ ഉപ്പും ചോറ് തിന്നിട്ട് ഇങ്ങനെ പറയാൻ. ഞാൻ നയിച്ചുണ്ടാക്കുന്ന പൈസ മുഴുവൻ അച്ഛന്റെ ട്രീറ്റ്മെന്റ് ഒന്നും പറഞ്ഞിട്ടല്ലേ പോണത്. എന്തെങ്കിലും എന്നെ വളർത്തി ഉണ്ടാക്കി വെച്ചിട്ട് എന്താ പറയാ, കിട്ടുന്ന പൈസ മുഴുവൻ അച്ഛന്റെ ഇതിലോട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം എനിക്ക് നാളെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണ്ട. ഞങ്ങളുടെ മുതൽ വെച്ച് ഞങ്ങൾ നോക്കണം. നീ നോക്കണ്ട, നീ നോക്കണ്ട. ഞാൻ നോക്കുന്നില്ല. പക്ഷെ എനിക്ക് അച്ഛന് വലിയൊരു ബുദ്ധിമുട്ടാണ്. അച്ഛൻ എന്താ പറയാ, അച്ഛന്റെ കാര്യത്തിൽ വേറെ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തേ പറ്റുള്ളൂ. നിനക്ക് വലിയ ബുദ്ധിമുട്ടാണ് എന്റെ പറ്റൂല പറ്റൂല. അച്ഛൻ പോയാൽ നിൽക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. നിനക്ക് ഇവിടെ നിൽക്കണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധമില്ല. അവൻ അച്ഛനുണ്ടാക്കാൻ ഇറങ്ങിയിരിക്കണം. നാണു മാനും കേട്ടോ. അച്ഛനെ ഉപ്പും ചോറൊന്ന് വളർന്നിട്ട് ഇപ്പൊ 2 കാലം നിൽക്കാനായി 10 രൂപ ശമ്പളം കിട്ടി തുടങ്ങിയപ്പോ അവൻ അച്ഛനെ മിണ്ടി പറഞ്ഞു. അതെ, എന്റെ ശമ്പളം മുഴുവൻ ഇപ്പൊ അച്ഛന്റെ ഇതിലോട്ടാണ് ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അച്ഛൻ നിങ്ങളെങ്കിലും നിങ്ങൾക്ക് ചെവി കേൾക്കൂലേ? നിങ്ങൾ തിരിച്ചൊരു ഗൾഫിലോട്ട് പോ. പ്രവാസി എന്ന് പറഞ്ഞിട്ട് ആ വയസ്സാം കാലത്തുള്ള ഷുഗറും കാര്യങ്ങളും എല്ലാം മാങ്ങാപ്പലി ഉണ്ടാക്കി കൊണ്ടത് ഇവിടെ വന്നിട്ട് കണ്ണും കാണും മറ്റോ മത്സരം പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കും കോപ്പ്. ഞങ്ങള് കണ്ടകാലം നയിച്ചുണ്ടാക്കിയൊക്കെ നീ ഉരുട്ടി മിഴുന്നല്ലായിരുന്നു. ഒരു 2 കല്ലായിട്ട് നീ എന്തിനാണ് ഇവിടെ കണക്ക് പറഞ്ഞത്? അതെ, മക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ തള്ളാരുടെ തന്റെ കടമയാണ് മക്കൾക്ക് തിന്നാൻ തരുന്നത്. ശരി, നീ അച്ഛന്റെ ചെലവ് നോക്കണ്ട, ചികിത്സ നോക്കണ്ട, ഞാൻ നോക്കിക്കോളാം. ഇവിടെയുള്ള മുതൽ വിൽക്കാൻ എനിക്ക് നോക്കാൻ അറിയാം. നീ ഒരു കാര്യം ചെയ്യും. എന്തിനു മുതൽ വെക്കാനോ? അപ്പൊ പിന്നെ എനിക്കെന്താണ്? അതുകൊണ്ട് തന്നെ ഇങ്ങനെ നിനക്ക് നാണു മണിക്ക് ചെറ്റാണ്. അത്രയൊക്കെ പറയുള്ളൂ. പെട്ട പോയാ ഞാൻ നാശം പിടിച്ചവനെ. നിങ്ങള് വലിയ ഇതായി നിൽക്കും. അങ്ങനെ തന്നെ പോവില്ല, എനിക്ക് സൗകര്യമില്ല. രണ്ടും കൂടെ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയി തന്നല്ലോ സമാധാനം. കാണിച്ചുതരാട്ടാ, ഞാൻ എന്താ കാണിച്ചുതരാൻ പോകുന്നത് കാണിച്ചുതരാം. ഇമാതിരി 2 തന്താറും ഉണ്ടായാൽ മതി മനുഷ്യന്റെ ജീവിതം പണ്ടറടങ്ങി പോകാനായിട്ട്, നാശം പിടിക്കാനായിട്ട്. എന്ത് ചെയ്യും ദൈവമേ.